ಶತ್ರು ರಾಷ್ಟ್ರ ಅಂತ ಹೇಳ್ತಾರಲ್ಲ, ಮೊನ್ನೆ ತಾನೇ ಭಾರತ ರತ್ನ ಕೊಟ್ರು ಶ್ರೀಮಾನ್ LK ಅದ್ವಾನಿ ಅವರು. ಲಾಹೋರಲ್ಲಿ ಜಿನ್ನಾ ಅವರ ಸಮಾಧಿಗೆ ಹೋಗ್ಬಿಟ್ಟು ಇಡೀ ಪ್ರಪಂಚದಲ್ಲಿ ಅವನಷ್ಟು ದೊಡ್ಡ ಜಾತ್ಯತೀತ ನಾಯಕ ಇಲ್ಲ ಅಂತ ಹೇಳಿ ಹೊಗಳು ಬಂದ್ರಲ್ಲ, അവാകെല്ലോകിത്തത്തെ ശത്രു രാഷ്ട്ര അല്ലുവൻ. കർണാടകയിൽ ഇപ്പോൾ അരങ്ങേറുന്നത് തികച്ചും നാടകീയ രംഗങ്ങളാണ്. കോൺഗ്രസ് നേതാവ് സെയ്ദ് നസർ ഹുസൈന്റെ അനുയായികൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിലാണ് അടുത്ത വിവാദ പരാമർശം. പാകിസ്ഥാൻ BJPക്ക് ശത്രു രാജ്യമായിരിക്കാം, തങ്ങൾക്ക് അയൽ രാജ്യം മാത്രമാണെന്ന് കർണാടക കോൺഗ്രസ് കൗൺസിലർ BK ശിവപ്രസാദ് പറഞ്ഞതാണ് വിവാദമായിരിക്കുന്നത്. പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങളുമായി വിജയം ആഘോഷിച്ചതിനെതിരെയുള്ള വിമർശനങ്ങൾക്കിടയിലാണ് വീണ്ടും കോൺഗ്രസ് നേതാവിന്റെ ഈ വിവാദ പരാമർശം. കോൺഗ്രസിന്റെ രാജ്യസഭാ വിജയത്തിനു ശേഷം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിനെ കുറിച്ചുള്ള BJPയുടെ ചോദ്യങ്ങൾക്കിടയിലായിരുന്നു ഹരിപ്രസാദിന്റെ ഈ വിവാദ മറുപടി. സംഭവത്തിൽ വീണ്ടും പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ദേശീയവിരുദ്ധ വികാരം വളർത്തിയെടുക്കുകയാണെന്നാണ് BJPയുടെ കുറ്റപ്പെടുത്തൽ. ശത്രു രാജ്യമായുള്ള ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവർക്ക് പാകിസ്ഥാൻ ശത്രു രാജ്യമായിരിക്കാം, ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് അതൊരു അയൽ രാജ്യം മാത്രമായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാവിന്റെ വിവാദ പരാമർശം. ഹരിപ്രസാദിന്റെ പ്രസ്താവനയെ BJP രൂക്ഷമായി വിമർശിച്ചു. 4 തവണ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടും പാകിസ്ഥാൻ കോൺഗ്രസിന് അയൽ രാജ്യം മാത്രമാണ്. പാകിസ്ഥാനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ മനോഭാവം എന്താണെന്ന് BK ഹരിപ്രസാദിന്റെ പ്രസ്താവനയിലൂടെ ഇപ്പൊ വ്യക്തമായിരിക്കുകയാണെന്നാണ് BJPയുടെ വാദം. ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും തമ്മിലുള്ള ബന്ധം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തലമുറയും തുടരുന്നുണ്ടെന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണെന്നുമാണ് BJP തുറന്നടിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.